ബാർ കേസിൽ ബാബുവിനെ രക്ഷിക്കാൻ വഴിവിട്ട നീക്കം നടന്നുവെന്നും കേസിൽ ത്വരിതാന്വേഷണം നടത്താതിരിക്കാൻ ഒത്തുകളി ഉണ്ടായതായും വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. ത്വരിതാന്വേഷണത്തിൽ സത്യം പുറത്തുവരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. LDF സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. അപ്പോൾ ബാബുവിനെ രക്ഷിക്കാൻ വേണ്ടി ക്വിക്ക് വെരിഫിക്കേഷൻ പറയാതിരുന്നതാണ് എന്ന് വ്യക്തമല്ലേ? ആഭ്യന്തരകാര്യമന്ത്രി മന്ത്രിമാരെ രക്ഷിക്കുന്നതിന് വേണ്ടി കൈക്കൊള്ളുന്ന നാണംകെട്ട സമീപനത്തിന് തെളിവല്ലേ അത്? ഈ നാടിന്, കേരളമെന്ന നാടിന് അതിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ആവശ്യം രാജിവെച്ച് പുതിയ മന്ത്രിമാരെ തെരഞ്ഞെടുക്കാൻ അവസരമുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോവുകയോ ചെയ്യുകയാണ് വേണ്ടതെന്ന ന്യായമായ ആവശ്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ജീവൻ കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജീവൻ, എന്തൊക്കെയാണ് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞത്? അജംഷാദ്, സോളാർ കേസിൽ ആരോപണ വിധേയനാവുകയും ബിജു രാധാകൃഷ്ണനിൽ നിന്ന് 5.5 കോടി രൂപ കൈപ്പറ്റുകയും ചെയ്ത മുഖ്യമന്ത്രി രാജിവെക്കുക, ഒപ്പം ബാർക്കോഴ കേസിൽ ആരോപണ വിധേയനായ കെ ബാബുവും രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും 13 ജില്ലാ കളക്ടറേറ്റുകളിലേക്കും മാർച്ച് നടത്തിയത്. മാർച്ചിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാർ വിവിധ ജില്ലകളിലും സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന മാർച്ചിലും നേതൃത്വം നൽകി. സോളാർ കേസിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു പരാതി ഉയർന്നു വരാനിടയായ സാഹചര്യം മുഖ്യമന്ത്രി ഒഴിവാക്കേണ്ടതായിരുന്നു. അതിൻ്റെ എല്ലാ പിടിപ്പുകേടും മുഖ്യമന്ത്രിക്കാണെന്ന് പ്രതിപക്ഷ നേതാവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആരോപിച്ചു. ഒപ്പം പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിക്കെതിരാണ് ഈ ആരോപണമെങ്കിൽ ഞങ്ങളിത് ഏറ്റുപിടിക്കില്ലായിരുന്നു. എന്നാൽ സംസ്ഥാനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലവനായ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ് ആരോപണം ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ആരോപണം ഏറ്റെടുക്കുവാൻ നിർബന്ധിതമായതെന്നും വി.എസ്. തൻ്റെ പ്രസംഗത്തിൽ ആരോപിച്ചു. സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ 2 തട്ടിലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥനായ സെൻകുമാർ സംസ്ഥാനത്തെ ഭരണകൂടത്തെ ഏതു വിധേനയും താങ്ങി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഞഞ്ഞാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജേക്കബ് തോമസ് ഇതിനെതിരായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. മന്ത്രിമാർക്ക് നാണമെന്നുണ്ടെങ്കിൽ അവർ രാജിവെച്ചുകൊണ്ട് ജനവിധി തേടുകയാണ് വേണ്ടത്, അതല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരെ പിടിച്ചിറക്കേണ്ടതായി വരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അഴിമതി നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അജിംഷാ.